എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷിയും അൻസരയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയം അൻസര പറഞ്ഞു, എന്തൊരു ദേഷ്യ എന്റെ ചേച്ചി അച്ഛന്, ദൈവമേ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണ. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, അതൊക്കെ വെറുതെ അല്ലേ മോളെ എന്ന് പറയാണ്. വെറുതെ എന്ന് വെച്ചാ അതൊക്കെ വെറും ഷോ എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അതിപ്പോ നമ്മളെ കാണിക്കാൻ വേണ്ടിട്ടാ. കാരണം അമ്മയില്ലാത്തതിന്റെ ഒരു കലിപ്പ് മൂടില്ല അച്ഛൻ, അതുകൊണ്ട് അച്ഛൻ അങ്ങനെയാ കാണിക്കണമെന്ന് പറയാം. ഒരു നിമിഷത്തിന് ഞാൻ ആകെപ്പാടെ അങ്ങോട്ട് ഭയന്ന് പോയെന്ന് പറയാണ്. ആ സമയത്ത് ഗോമതി പുറത്തിറങ്ങി മുറ്റത്തിറങ്ങി നിൽക്കണം. ഒരുപക്ഷെ ബാലേട്ടൻ നടക്കാൻ പോണ സമയത്തെങ്കിലും ഇതിലൂടെ വരുവാണെങ്കിൽ ഒന്ന് കാണായിരുന്നു. നടക്കാൻ പോണ സമയത്ത് പോലും ബാലേട്ടൻ ഇതിലൂടെ വരുന്നില്ലല്ലോ എന്ന് കരുതി പുറത്തേക്കും റോഡിലേക്കും നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് മിത്ര വരുവാണ്. മിത്രയെ കണ്ടത് ഗോമതി ഒരു നിമിഷം ഒന്ന് പരങ്ങി. മിത്ര വന്നിട്ട് ചോദിച്ചു, എന്താമേ അച്ഛനെ നോക്കി ഇരിക്കണമെന്ന് ചോദിക്കണം. പിന്നെ അച്ഛനെ നോക്കി നിൽക്കുന്നൊന്നുമല്ല, ഞാൻ ആ മീൻകാരനെ നോക്കി നിൽക്കുന്നതെന്ന് പറയാം. അതിനെതിരെ മീൻകാരനെ നോക്കി നിൽക്കേണ്ട കാര്യം എന്താ? മീൻകാരൻ വന്ന് കഴിയുമ്പത്തിന് ഓൺ അടിച്ചോളൂല്ലോ. പിന്നെ എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കാം. അത് പിന്നെ അപ്പോഴേക്കും ആരിനെ അങ്ങോട്ട് ഇറങ്ങുന്നു. എന്താ എന്താ അവിടെ ഒരു കാര്യം എന്ന് ചോദിക്കണം. അത് പിന്നെ അമ്മയെ പുറത്തിറങ്ങി നിൽക്കുക, ഞാൻ ചോദിച്ചു അച്ഛനെ നോക്കി നിൽക്കുകയാണെന്ന്. അതങ്ങോട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. സത്യം പറയാമേ, അച്ഛനെങ്ങാനും നോക്കി നിൽക്കുകയാണോന്ന് ചോദിക്കും. ഒന്ന് പോടാ അവിടുന്ന്. ഇനിയിപ്പൊ ഞാൻ നോക്കി നിൽക്കുകയാണെ എന്താ കുഴപ്പമിരിക്കണേ? പിന്നെ ബാലേണ്ണ ഇവിടെ നടക്കാൻ പോകുന്നല്ലേ, ബാലേണ്ണ ഇവിടെ വരുമ്പോ ഒന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം? എന്നെ കണ്ടിട്ട് പോയാൽ എന്താ കുഴപ്പം? അപ്പൊ ബാലേണ്ണ അതിനേക്കാളും വലിയ ജാട. അന്ന് എനിക്ക് ഇച്ചിരി ജാടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ബാലേണ്ണ ഞാൻ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടതും ഇത്രയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അമ്മയുടെ മനസ്സ് നല്ല വേദനയുണ്ട്, പക്ഷെ അത് പുറമെ കാണിക്കാൻ പറ്റില്ല. എങ്ങനെ കാണിക്കുമെന്ന് പറ. ബാക്കി എല്ലാവരും തെറ്റിദ്ധരിക്കൂലേ. ഇനിയിപ്പം അങ്ങോട്ട് കാല് പിടിച്ച് ചെല്ലാനും ഒരു മടി, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ നിൽക്കണേന്ന് മനസ്സിലായി. ആ സമയത്ത് ആരിനെ കാഴ്ച കാണുന്നേ, ബാലിനെ അതിലൂടെ വരുന്നേ. ബാലിന് അങ്ങോട്ട് വരുമ്പോഴത്തേനും ഗോമതിക്ക് അവിടെ നിൽക്കുന്നുണ്ട്. ഇവൾക്ക് ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ എന്താ കുഴപ്പം? ഇനിയിപ്പൊ തന്നെ നോക്കുകയല്ലെന്ന് കഠിന പ്രതിജ്ഞ എടുത്തിരിക്കുകയായിരിക്കും. ആ സമയം ഗോമതി അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. താൻ ഇതിലൂടെ വരുമ്പോഴെങ്കിലും ഇവൾക്കൂടെ ഒന്ന് ഇറങ്ങി നിന്നുകൂടെ, തന്നെ ഒന്ന് കാണാമല്ലേ, ഒരു വാക്കൊന്ന് സംസാരിച്ചുകൂടെ? സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ കരുതി ബാലിന് അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ആരിനെ കാഴ്ച കാണുന്നേ. അച്ഛൻ അങ്ങോട്ട് നോക്കി നിൽക്കുന്നേ. അമ്മേ ദേ അച്ഛൻ എന്ന് പറയണം. ഈ സമയത്ത് ബാലൻ അങ്ങോട്ട് തിരിഞ്ഞു നടക്കണം. എവിടെ മോനെ എന്ന് ചോദിച്ചോണ്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പത്തിനും ബാലൻ തിരിഞ്ഞു പോകുന്നാണ്ടേ. ഈ സമയം മിത്ര പറഞ്ഞു, വിളിക്കമ്മേ, അച്ഛനെ വിളിക്കാൻ പറയണം. എന്തിന്? ഞാൻ വിളിക്കണം? ഇവിടെ വരെ വന്നിട്ട് ബാലയുടെ നോക്കിയിട്ട് പോയതല്ലേ ഉള്ളൂ. ബാലയുടെ ഒന്ന് വിളിക്കായിരുന്നല്ലോ, അല്ല ഇങ്ങോട്ട് കയറായിരുന്നല്ലോ. അന്യരുടെ വീടൊന്നും അല്ലല്ലോ, മകന്റെ വീടല്ലേ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കും. എന്നാലും അതല്ലല്ലോ അമ്മേ. ഒരെന്നാലും ഇല്ല. ബാലേട്ടന് മര്യാദ ഉണ്ടായിരുന്ന ബാലേട്ടൻ ചെയ്യുന്ന കാര്യം എന്തായിരുന്നു? ഇതിനെ വിളിക്കുകയോ ചെയ്യണ്ടേ? പക്ഷെ അതിന് പകരം ബാലേട്ടൻ ഇപ്പൊ എന്താ ചെയ്തേ? അതെ, ഞാൻ എന്താളും നോക്കാൻ പോകുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മിത്ര അമ്മയിച്ചിരി താന്നു കൊടുത്തോണ്ട്, പിന്നെ താന്നു കൊടുത്തോണ്ടൊന്നും കാര്യമൊന്നുമില്ല. ബാലേട്ടന്റെ വാശിയ എപ്പോഴും മുഖ്യം. ഇത് എനിക്കും എന്റേതായ വാശിയുണ്ട്. അങ്ങനെ എനിക്ക് അപ്പൊ അങ്ങോട്ട് പോയി ചെന്ന് കെട്ടിക്കേറി മിണ്ടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഗോമതി അങ്ങോട്ട് കയറി പോവാണ്. ഈ കാഴ്ച കണ്ട് ആരിനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് മിത്ര ആരുടെ അടുത്ത് എന്നിട്ടിച്ചു, ആര്യ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാം. എന്താ? അല്ല, കഴിഞ്ഞ ദിവസം ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞപ്പോ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആനും അമ്മയും തമ്മിൽ? അതെന്താ മിത്ര നീ അങ്ങനെ ചോദിച്ചേ? അല്ല, എനിക്കങ്ങനെ തോന്നി. കഴിഞ്ഞ ദിവസം തൊട്ട് അമ്മ ഒന്നുകൂടെ ഒന്ന് ഭയങ്കര മൂഡ് ഓഫാ. ആരിന്റെ മനസ്സിലേക്ക് ആ കാര്യങ്ങൾ കടന്നു വരുവാണ്. താനും അമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയത്. അവസാനം അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയത്. അതിപ്പം മിത്രയോട് പറഞ്ഞ മിത്രയ്ക്ക് ഒന്നുകൂടെ വിഷമാവും. വേണ്ട, ഇവിളാം കൂടെ എന്തിനാ വെറുതെ അറിയിക്കുന്നേ? പെട്ടെന്ന് ആര്യം പറഞ്ഞു, എന്ത് വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് കടയിൽ പോകാൻ സമയമായി, നീ കൂടെ കയറി വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആന്യം കൂടെ കയറി പോവാണ്. പിന്നീട് മുറിയിലേക്ക് ഒന്ന് ആരും ഡ്രസ്സൊക്കെ മാറി വന്നു കഴിയുമ്പോഴത്തേനും മിത്രയും കൂടെ ഒന്നു. മിത്ര എന്നിട്ട് ആര്യ വൈകുന്നേരം കുറച്ച് നേരത്തെ വരുമെന്ന് ചോദിക്കാം. അതെന്തിനാ നേരത്തെ വരുന്നേ? അല്ല, അത് പിന്നെ ഉണ്ടല്ലോ, അമ്മേനും കൂടെ നമുക്കത് പുറത്തൊന്ന് പോകാനെന്ന് പറയണം. പുറത്തു പോകാൻ എന്തിനാ ഇപ്പൊ പുറത്തു പോന്നേ? അത് അമ്മയുടെ മനസ്സ് നല്ല വിഷമമുണ്ട്. ഒരു പക്ഷേങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സമനില തെറ്റുപോകും, തെറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ. അമ്മേനെ പുറത്തേക്കൊന്നും കൊണ്ടുപോയി മൈൻഡ് റിലാക്സ് ആവുകയാണെങ്കിൽ നല്ല കാര്യമല്ലേന്ന് ചോദിക്കാം. ഞാൻ നോക്കട്ടെ, കയറിയതല്ലേ ഉള്ളൂ, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ലീവ് ചോദിച്ചാൽ തരുന്ന കാര്യമാണോ? എല്ലാ കാര്യങ്ങളും ഓടിപ്പോണ്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ആൻ്റെ അടുത്തേക്കും ഇത്രയും നിരീച്ചു. ഞാനൊരു കാര്യം പറഞ്ഞ ആരും സത്യം പറയും. എന്താ? ഞാനും കൂടെ എന്തേലും ജോലിക്ക് ഇറങ്ങട്ടെ. ഞാൻ ഇങ്ങനെ പഠിത്തം എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. എന്തായാലും ജോലിക്ക് പോകണ ആര്യനെ എനിക്ക് സഹായിക്കാൻ പറ്റില്ല എന്ന് പറയാം. ഇത് കേട്ടത് ആര്യന് ദേഷ്യം വന്നു. ആര്യം പറഞ്ഞു, ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ മിത്രേന്ന് ചോദിക്കുക. അത് പിന്നെ എന്നെ പഠിപ്പിക്കാൻ ആണല്ലോ, ആ ബോധം നിനക്കുണ്ടല്ലോ. അങ്ങനെയാണ് നീ പഠിച്ചാൽ മാത്രം മതി, ബാധിച്ച ചിന്തകളൊന്നും നിന്റെ തലയിലേക്ക് വേണ്ട. പറഞ്ഞത് കേട്ടല്ലോ. അവളൊരു കാര്യം കൊണ്ട് വന്നിരിക്കുന്നു. ഇത് കേട്ടതും മിത്ര ആന്റെ തോളയിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. ആ കൈ ഇങ്ങോട്ട് തട്ടി മാറ്റി. പക്ഷെ മിത്ര വിടാനും ഉദ്ദേശിച്ചില്ല. വീണ്ടും ആനെ ബലമായിട്ട് ഇങ്ങ് തിരിച്ചു നിർത്തുവാണ്. ആര്യ, ഞാൻ ഒരു കാര്യം പറയാം. ആൻ ഇപ്പൊ കിടന്ന് പെടാപ്പാട് പെടുന്ന എനിക്കറിയാം. തോളിൽ ഏറ്റാൻ പറ്റുന്നേക്കാളും കൂടുതൽ ഭാര ചുമലിൽ ഏറ്റു വെച്ചിരിക്കുന്നേ. ഇനി അതുമായിട്ട് മുന്നോട്ട് പോയാൽ ആന് ഒരടി പോലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല.
കുറച്ച് ഭാരം ആരുടെയും കൂടെ കയ്യിലേക്ക് കൊടുക്കണം, അതല്ലേ ആര്യ നല്ലത്. ഇതിപ്പോ ആര്യനെ തന്നെ ചുമന്നിട്ടുണ്ടെങ്കിൽ എങ്ങും ഒരിടത്തും എത്താനായിട്ടൊന്നും പോകുന്നില്ല. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ആര്യ, ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കണ്ട, നമുക്ക് ദേവമംഗലത്തേക്ക് തന്നെ തിരികെ പോകാന്ന് പറയാം. ഓഹോ, അപ്പൊ അതിനായിരുന്നു നിന്റെ പ്ലാൻ അല്ലേ? അതല്ല ആര്യ, അമ്മയുടെ കാര്യമൊന്നും ഓർത്തേക്ക്, പാവ അമ്മ നമ്മൾ കാരണം വേദനിക്കുക. ഒരുപക്ഷെ നാളെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആര്യൻ എന്ത് പറയും? ഇങ്ങനെയാണെങ്കിൽ അമ്മ നെഞ്ചു പൊട്ടി മരിക്കുമെന്ന് എനിക്ക് തോന്നേ. അതിന് ഉത്തരവാദി ആരായിരിക്കും? ആന്യം കൂടെ കൂടിയല്ലേ, നമ്മളും കൂടെ കൂടിയല്ലേ ഉത്തരവാദിത്വം ഏറേണ്ടത്. അങ്ങനെ സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ എടുത്തേ മതിയാവുള്ളൂ. ഇങ്ങനെ അധിക കാലം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് ഞാൻ പറയാറുള്ളത് പറഞ്ഞു. ഇനിയിപ്പൊ ആര്യന്റെ ഇഷ്ടം എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് മിത്രം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആര്യൻ ഇങ്ങനെ ആലോചിക്കുക, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഈ സമയം ബാലൻ കടയിലേക്ക് ചെല്ലുവാണ്. കടയിൽ ചെന്നിങ്ങനെ ആരോടും ഒന്നും മിണ്ടാതിരിക്കുന്ന കഴിയുമ്പോഴത്തേനും രാവേണ്ണൻ അങ്ങോട്ട് വന്നു. എന്താ ബാല, ആകെപ്പാടൊരു മൂഡ് ഓഫ് ആണല്ലോ എന്ന് പറയാം. ഒന്നുമില്ല, എനിക്കറിയാം ബാലന്റെ മനസ്സെന്താന്ന്. അതെ, ആരിനെ തിരിച്ചു വിളിക്കേണ്ട കാര്യമാണ്, തിരിച്ചു വിളിച്ചാൽ പോരെ, അതിന് ഇത്രമാത്രം ബിൽഡപ്പ് ഇടേണ്ട കാര്യമുണ്ടോ? നിന്റെ മോനല്ലടാ അവന്. അതൊന്നും ശരിയാകത്തില്ല. നീ ആരോടാ ബാല ദേഷ്യം പിടിക്കുന്നത്? പിന്നെ അവനതിന് മാത്രം അഹങ്കാരത്തിന്റെ കാര്യമുണ്ടോ? അവനെന്റെ മോനാ. അവനല്ലേ തറുതല കാണിച്ച് ഇറങ്ങിപ്പോയവനെ ഞാൻ തിരിച്ചു വിളിക്കേണ്ട കാര്യമുണ്ടോ? അവൻ എന്തെന്നറിയാം ജീവിതത്തെക്കുറിച്ച്? ഒന്നും അറിയത്തില്ലാത്തവൻ ചാടത്തുള്ളി ഇറങ്ങിപ്പോയിരിക്കുന്നു. ആ പുറകെ ഞാൻ പോയി വിളിക്കണം പോലും അവന്റെ കാല് പിടിച്ച്. അതിന്റെ കാര്യമൊന്നുമില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും രാമേട്ടൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ബാല, ആരിന്റെ കാര്യം ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്വന്തം ഭാര്യ ഗോമതി പിണങ്ങിപ്പോയതോ? അവൾക്ക് കുടുംബത്തെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നോ? ബാലിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നോ? അതുകൊണ്ടാണ് അവള് പിണങ്ങിപ്പോയത്. അത് ആരുടെ കുറ്റ ബാല? ഒന്ന് ആലോചിച്ച് നോക്കി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലെ പണികളും ചെയ്ത് വീട്ടിലിരിക്കുന്ന അവള്, അവൾക്ക് എന്ത് ദോഷമുണ്ടെന്ന ബാലൻ പറയണേ. അല്ല, അത് പിന്നെ ഞാൻ ഇറക്കി വിട്ടൊന്നും അല്ലല്ലോ. ഇറക്കി വിട്ടല്ല, പക്ഷെ എന്തുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയത്? ആന്റെ കാര്യത്തിന് വേണ്ടല്ലേ. അപ്പൊ ബാലൻ ആ കാര്യം ചിന്തിക്കണം, അല്ലാതെ മറ്റൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുടുംബം തകർന്നു പോകും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. രാമേട്ട, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യും ബാല, നീ പോയി അവരെ വിളിക്ക്. അവരെ വിളിച്ച് ഉറപ്പായിട്ടും വരും. നീ പിന്നെ ഇങ്ങനെ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ കല്യാണം നടക്കാൻ പോവാ. കല്യാണ സമയത്ത് നീ വിളിച്ചു വരുത്തുന്നവരോടൊക്കെ എന്ത് മറുപടി പറയും? നിന്റെ ഭാര്യ പിണങ്ങിപ്പോയെന്നോ? നിന്റെ മകൻ പിണങ്ങിപ്പോയെന്നോ? നിനക്ക് എന്തേലും പറയാൻ വല്ല ന്യായങ്ങളും ഉണ്ടോ ബാല? ഇല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ നാണം കിടാൻ പോകുന്ന നീ ആയിരിക്കും എന്ന് പറയണം. അപ്പോഴേക്കും ബാലിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. എടുത്തു നോക്കിയപ്പോഴത്തേനും ഉദയഭാനു. ദൈവം, ഇങ്ങനെ എന്തിനാ പോലും വിളിക്കണേ എന്താ ചിന്തിച്ചോണ്ട് ബാലൻ കോൾ എടുക്കണം. പറഞ്ഞോ, എന്തോ ഉദയഭാനു സാറിന് ചോദിക്കുകയാണ്. അത് പിന്നെ എന്താ ബാല ഇങ്ങനെയൊക്കെ? എന്താ സാർ? അല്ല, ബാലനാണ് ഒരു വിളിയില്ല, കാര്യങ്ങളില്ല, കല്യാണമൊക്കെ ഇങ്ങ് അടുത്ത് വരുമല്ലേ, എൻഗേജ്മെന്റ് ഒക്കെ. ബാലനൊരു ചൂട് ശുഷ്കാന്തി ഇല്ലോ? അതെന്താന്ന് ചോദിക്കാം. അതൊക്കെ ഉണ്ട് സാർ, കുറച്ച് തിരക്കുകളും കാര്യങ്ങളായിട്ട്. അതെ, ഞാനും എന്റെ ഭാര്യ ശ്രീകലയും കൂടി ഇതങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയാം. അതെന്താ സാർ? ഞങ്ങൾക്ക് ഗോമതിനെ ഒന്ന് കാണണം, നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിരിക്കാലോ. ഇനിയിപ്പോ അധിക ദിവസമില്ല കല്യാണത്തിനെന്ന് പറയണം. ഇത് കേട്ടോ ബാലിന്റെ ഉള്ളിലൊരു ഞെട്ടലുണ്ടായി. ബാലൻ പറഞ്ഞു, സാറിന് വലിയ തിരക്കുകളും കാര്യങ്ങളൊക്കെ അല്ലേ? തിരക്കുകളൊന്നും കുഴപ്പമൊന്നും ഇല്ലെന്നേ. സ്വന്തം മകളുടെ ജീവിതം കഴിഞ്ഞിട്ടല്ലേ ബാക്കി തിരക്കുകളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലത്തേക്ക് ഇന്നത്തെ ബിസിനസ്സും കാര്യങ്ങളും കൂടെ മാറ്റി വെച്ച ബാലിനെ കാണാൻ വരുക. ഞാൻ വരട്ടേന്ന് ചോദിക്കണം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, അതെ, ഞാൻ കുറച്ച് തിരക്കില്ല, ഞാൻ പിന്നെ വിളിക്കാതെ പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. ദിവന് മനസ്സിൽ പറഞ്ഞു, ഓഹോ, അപ്പൊ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം. അങ്ങനെ ഞാൻ വിടല ബാല, നിന്നെ പുറകെ വന്ന് ഞാൻ പിന്തുടരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആര്യം കടയില് ലോഡ് കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആനന്ദും ധർമ്മനും അനുശ്രീയും മീനാക്ഷി എല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നേ. അവരെ കണ്ടതും ആര്യം പറഞ്ഞു, ആഹാ കൊള്ളാലോ, എല്ലാരും ഉണ്ടല്ലോ, എന്താ വിശേഷിച്ചെന്ന് ചോദിക്കാം. ഇത് കേട്ട് ആകാശ് പറഞ്ഞു, അതെ, കൂടുതൽ വിശേഷം ഞങ്ങളുടെ തിരക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് വിശേഷമുണ്ടോ, നിനക്ക് എന്താണെന്ന് ചോദിക്കാം. ഇതെന്താ ആകാശട്ടെ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ എങ്ങനെ പറയണം? നീ ഇപ്പൊ വലിയ ഒറ്റത്തടിയായിട്ട് വലിയ സൂചിച്ചു പോയി ജീവിക്കുമല്ലേ, അതിന്റെ അഹങ്കാരമായിരിക്കും നിനക്കല്ലേന്ന് ചോദിക്കാം. അതെ ആകാശട്ടെ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. ആനന്ദ് പറഞ്ഞു, പിന്നെ എങ്ങനെ പറയണം, നീ ഒന്ന് ആലോചിച്ച് നോക്കി. ധർമ്മം പറഞ്ഞു, ഇപ്പൊ ഇവന് നമ്മളെ ഒന്നും വേണ്ടടാ, അതുകൊണ്ടല്ലേന്ന് ചോദിക്കണം. അതേ മാമ, ഇങ്ങനെയൊന്നും പറയരുത്, എന്റെ അവസ്ഥ അറിയാലോ. കാരണം ഞാനിപ്പൊ കിടന്ന് ശരിക്കും കിടന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുക. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, അത് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ദേവമംഗലത്തേക്ക് തിരികെ വരണമെന്ന് പറയാം. ഇത് കേട്ട ആര്യം പറഞ്ഞു, അമ്മേനെ വേണേ കൊണ്ടുവയ്ക്കോ, ഞാൻ എന്തായാലും വരാൻ പോകുന്നില്ല, ഇത്രയും വരത്തില്ലായിരിക്കും എന്ന് പറയാം. അപ്പൊ നിനക്ക് അത്രയ്ക്ക് പിടിവാശിക്ക് ആയില്ലേ എന്ന് ചോദിക്കുക. പിടിവാശിയുടെ അല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞാന്ന് പറയണം. ഒരു പക്ഷേങ്കിൽ അവര് വരാൻ തയ്യാറായിരിക്കും, ഞാൻ വരാൻ തയ്യാറില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് ചോദിച്ചു, അല്ല അമ്മ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഇല്ലാതെ നീ വരണം, നീ വന്നാൽ മാത്രം വരത്തുള്ളൂ എന്ന് പറയണം. ആകാശം ഉറപ്പിച്ച് പറയാ, നീ വരണ കാര്യ, നീ വരാതെ ഒരു കാര്യവും നടക്കില്ല, ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനിയിപ്പോ നീ ഇവിടെ വരാതിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, ഇല്ല ഞാൻ വരത്തില്ല, എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറയാം. ഓഹോ അങ്ങനെയാണോ? അങ്ങനെ ഒരു കാര്യം ഞാനും തീരുമാനിച്ചു. ഇനിയിപ്പം നിന്നെപ്പോലെ അനിയൻ ഞങ്ങൾക്കില്ലത് ഞങ്ങൾ കണക്ക് കൂട്ടുവാണെങ്കിൽ അതോടുകൂടി തീർന്നില്ലേ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ആര്യം നിൽക്കുക.
അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.